പെരിയോർ ഉഴുതുമറച്ച മണ്ണ്, വിവേകാനന്ദൻ തപസ്സു ചെയ്ത മണ്ണ് ഏതാണെന്നല്ലേ? പ്രസിദ്ധമായ കന്യാകുമാരിയും തിരുച്ചിറപ്പള്ളിയും ചെന്നൈ നഗരവും സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്. തമിഴ്നാട്ടിൽ താമര വിരിയിക്കണമെന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് BJP നാളുകൾ ഏറെയായി. പഠിച്ച പണി 18 ശ്രമിച്ചു. താമര പോയിട്ട് ഒരു ആമ്പൽപ്പൂ പോലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിരിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 4 വർഷം മുമ്പ് BJP പുതിയൊരു നമ്പർ ഇറക്കി തമിഴ് മക്കളെ കയ്യിലെടുക്കാൻ. IPS ഉദ്യോഗസ്ഥനായിരുന്ന K. അണ്ണാമല എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ജോലി രാജിവെപ്പിച്ച് BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന് ഒരു പരീക്ഷണം BJP നടത്തി. പരീക്ഷണം അമ്പേ പാളി എന്ന് മാത്രമല്ല, BJPയുടെ അവസ്ഥ പണ്ടത്തിൽ നിന്ന് വീണ്ടും പരിതാപകരമായ സ്ഥിതിയിലേക്ക് എത്തി. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന പോലെയാണ് BJPയുടെ നിലവിലെ തമിഴ്നാട്ടിലെ സ്ഥിതി. ഇപ്പോൾ AIADMKയുമായി ചേർന്ന DMK ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്ന് പറഞ്ഞ് വലിയ വായിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ BJP താരരാജാവായി BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ K. അണ്ണാമലെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് തന്റെ രോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അണ്ണാമല പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ BJPക്ക് ക്ലച്ച് പിടിക്കാൻ കഴിയില്ല. ജനസമ്മതിയുള്ള ജനസ്വാധീനമുള്ള ആളുകളെ മാറ്റി നിർത്തി അഴിമതിക്കാർക്ക് താരാട്ട് പാടുന്ന, അഴിമതിക്കാർക്ക് പാലൂട്ടുന്ന, അഴിമതിക്കാർക്ക് കച്ചേരി നടത്തുന്ന ആളുകളെ മാത്രമാണ് ഇപ്പോൾ BJP നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് അണ്ണാമല പറഞ്ഞിരിക്കുന്നു. താൻ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വേണമെങ്കിൽ കൃഷിപ്പണിക്ക് പോകുമെന്ന്. അണ്ണാമലയുടെ ലക്ഷ്യം വ്യക്തമായിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയ ശേഷം അണ്ണാമലയ്ക്ക് ചില ഉറപ്പുകൾ അമിത്ഷാ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AIADMK നേതാക്കന്മാർ നാഴികയ്ക്ക് 40 വട്ടം അണ്ണാമലയെ വ്യാപകമായി വിമർശിക്കുകയാണ്. ഇത് അണ്ണാമലയ്ക്ക് സഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുൻ സംസ്ഥാന അധ്യക്ഷനെ നിശിതമായി വിമർശിക്കുമ്പോൾ BJP നേതാക്കന്മാർ തുടരുന്ന മൗനവും അണ്ണാമലയ്ക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അണ്ണാമല BJP വിടും. അത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാൻ രാവു പകലാക്കി കച്ചകെട്ടിറങ്ങിയ BJPക്ക് ആദ്യ തിരിച്ചടി വന്നിരിക്കുകയാണ്. അണ്ണാമലെ BJP പാളയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്ത തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. തമിഴ്നാട്ടിൽ ഒരു മുന്നണിയുമായും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സഖ്യം വേണ്ട, BJPക്ക് തനിച്ച് അധികാരം പിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണാമല സംസ്ഥാനത്താകമാനം പ്രചരണം നടത്തിയത്. എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നാണം കെട്ട് BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്ന അണ്ണാമലയുടെ ദയനീയത ഇപ്പോഴും തമിഴ്നാട്ടിൽ ട്രോളുകളായി മാറുകയാണ്. കോൺഗ്രസിനെ വിമർശിക്കുന്ന, DMKയെ വിമർശിക്കുന്ന, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തെറി പറയുന്ന അണ്ണാമലയുടെ സ്ഥാനം ഇപ്പോൾ ചവറ്റുകൊട്ടയിലായിരിക്കുകയാണ്. നേരത്തെ തോളത്തെടുത്തു വെച്ച, നേരത്തെ വായിൽ തേനൊലിച്ചു കൊടുത്ത ആളുകൾക്ക് പോലും ഇപ്പോൾ അണ്ണാമലയെ വേണ്ടതായിരിക്കുന്നു. അണ്ണാമലയും BJP കേന്ദ്ര നേതൃത്വവും തമ്മിൽ നല്ല രസത്തിലല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. അണ്ണാമല BJP വിട്ട ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആദ്യത്തെ പ്രഹരം തമിഴ്നാട് പിടിക്കാൻ, തമിഴ്നാടിന്റെ മണ്ണിൽ താമര വിരിയിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ BJPക്ക് ആദ്യത്തെ പ്രഹരം ഉണ്ടാകാൻ പോവുകയാണ്. അണ്ണാമല BJP രാഷ്ട്രീയത്തോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പുറത്തേക്ക് പോകാൻ പോവുകയാണ്.